ഇപ്പോൾ ആശമാർക്ക് വേണ്ടി CPM കണ്ണീരൊഴുക്കുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കണ്ടുകൊണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് പറയാനില്ലാത്തത് കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു. ഈ ആശമാർ പാവങ്ങളുടെ സമരം ചെയ്തപ്പോൾ അവരെ പുച്ഛിക്കുകയും അവരെ അങ്ങേറ്റം അപഹസിക്കുകയും ഒക്കെ ചെയ്ത് അവരെ അടിച്ചത് പോലീസിനോട്ട് അവരെ മർദ്ദിച്ചില്ല. അവർ രാത്രി അവരുടെ കുടിൽ പൊളിക്കാൻ ചെന്നില്ല. അവിടെ പെരുമഴയത്ത് ഇറക്കി വിട്ടില്ല. ഈ ആളുകളാണ് ഇപ്പോൾ പെട്ടെന്ന് അവരെ സംരക്ഷകരായി. ₹1 കൂട്ടിക്കൊടുക്കില്ലെന്ന് പറഞ്ഞ പാർട്ടികളാണ്. ഇപ്പൊ ഇന്നലെ മന്ത്രി ബാലഗോപാൽ പറഞ്ഞിട്ട് മല എലിയെ ഇനി മന്ത്രിയല്ല, മുൻ മന്ത്രിയായി. അതെ, മുൻ മന്ത്രി. അതെ, നമ്മൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു ഇനി ഈ പുതിയ മന്ത്രിമാരെല്ലാം പേര് പലവണ വായിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വായിൽ. അതെ, അപ്പൊ എന്താണെങ്കിലും മല എലിയെ പ്രസവിച്ചതുപോലെ എന്നൊരു പരിഹാസ വാക്കാണ് കൊണ്ടുവന്നത്. ഈ ബാലഗോപാലനും കൂട്ടരും കൂടി എണ്ണ തേപ്പിച്ച് ഇല്ലാതാക്കിയ കൊച്ചായിരുന്നു കഴിഞ്ഞ സർക്കാർ. എങ്ങനെയൊക്കെ ഈ നാട് മുടിപ്പിക്കാമോ ആ രീതിയിൽ മുഴുവൻ മുടിപ്പിച്ചതിന് ശേഷം പുറത്തിറങ്ങി നിന്നിട്ട് ഇപ്പൊ അപഹസിക്കുകയാണ്. ഈ 3000 രൂപയല്ലേ കൂട്ടി, വേണ്ട 1000 രൂപ കൂട്ടിയിരുന്നെങ്കിൽ അവരെന്നാ സമരം അവസാനിപ്പിക്കുമായിരുന്നു. അത്രേ ഉള്ളൂ. മാത്രമല്ല, ഈ പണ്ട് നമ്മൾ പുരാണങ്ങളിൽ പറയില്ല, പാണ്ഡവർ ഈ കൗരവന്മാരെത്തുന്ന അവസാനം സ്ഥലങ്ങൾ ഓരോന്നും ചോദിച്ചു ഒരു വീടെങ്കിലും തരൂല, ഇറങ്ങി പോയിക്കൊള്ളാൻ പറഞ്ഞതില്ലേ, അതിന്റെ വേറെ പതിപ്പാണ്. അതെ, ആ ആശാസമരം കൊണ്ടുണ്ടായ ഡാമേജ് ചില്ലറയല്ല. CPM-നും സംസ്ഥാന സർക്കാരിനും ആശാസമരം കൊണ്ടുണ്ടായ ഡാമേജ് ചില്ലറയല്ല. സതീശൻ പറഞ്ഞത് നിങ്ങളുടെ ആവശ്യം പരിഗണിക്കും. എവിടെ 21,000 രൂപ സാലറി എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഈ ആശാമാർക്ക് ശമ്പളം കിട്ടുന്ന ഒരു സ്ഥലം പുതുച്ചേരിയാണ്. അവിടെ 12,000 രൂപ കിട്ടും. പക്ഷേ അവിടെ 350 ആശാമാരെ ആകെ ഉള്ളൂ. ഇവിടെ 10,000-20,000 ആശാമാരുണ്ട്. അത് മാത്രമല്ല, ഈ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇന്നലെ ഞാൻ കണ്ടതാണ്, ഈ നമ്മുടെ അവിടെ ഈ ആശ അംഗൻവാടി വർക്കർമാരുടെയൊക്കെ ഈ CPM-ന്റെ നേതാക്കളായിട്ടുള്ള വനിതകളുണ്ട്. ഇവരൊക്കെ ഫേസ്ബുക്കിൽ ഈ 3000 രൂപ കൂട്ടിയത് എന്തോ അപരാധം എന്നുള്ള നിലയിൽ പോസ്റ്റ് ഇടുക. എന്തേ ബാക്കി എവിടെയാണ്? അപ്പം ശരിക്കും സമരം നയിച്ച ആൾക്കാർ പറഞ്ഞത് ഞങ്ങൾക്ക് 21,000 ആണ് ഞങ്ങളുടെ ഡിമാൻഡ്, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഈ 3000 കൂട്ടിയത് ഞങ്ങൾക്കൊരു ആശ്വാസം. പക്ഷേ ഒരു രാവ് വെളുക്കുന്നതിന് മുമ്പ്, ഒരു മന്ത്രിസഭ അധികാരത്തിലേറ്റ് ഏതാനും മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് CPM ആശമാർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്ന വലിയ മനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. എങ്ങനെ ഇങ്ങനെ ഉളുപ്പും നാണവും മാനവും ഉണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനില്ല. കാരണം അത് ആശമാരോടുള്ള സ്നേഹം കൊണ്ടല്ല, പുതിയ സർക്കാർ. പിന്നെ അടുത്ത ചോദ്യം, ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞിരുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിന് പൈസ? അടുത്ത ചോദ്യം, ഖജനാവ് കാലിയാണെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഖജനാവിൽ ഒറ്റ പൈസ ഇല്ല. അതെ, അന്നേരം അറിയാം എന്തൊക്കെയാണ് കൊള്ളയടിച്ചത്, ഇതിലേക്കാണ്. വാട്ടർ അതോറിറ്റിക്ക് ജലസേചന വകുപ്പിന് വേണ്ടി വായ്പ എടുത്ത് 4,000 കോടി രൂപ അക്കൗണ്ടിൽ കിടപ്പുണ്ടെന്നുള്ളതാണ് ഇപ്പോഴും സ്വന്തം അക്കൗണ്ടാണ്. ഞങ്ങൾ എല്ലാം മിച്ച ഖജനാവായിട്ടാണ് അങ്ങോട്ട് പോയത്. അത് ഓർത്തോണം, ജലജീവൻ മിഷന് പൈപ്പ് ലൈൻ ഇട്ട കരാറുകാർക്ക് കൊടുക്കാൻ വേണ്ടി 1,800 കോടിയുണ്ട്. ഈ 1,800 കോടി രൂപ അവർക്ക് കൊടുക്കാൻ വേണ്ടി ആണ് ഈ 4,000 കോടി നബാർഡ് 2ാം ഘട്ട വായ്പ കൊടുത്തത്. അതുപോലെ ആദ്യഘട്ട വായ്പയിൽ 5,000 കോടി അനുവദിച്ചിരുന്നു. മൊത്തം 9,000 കോടിയായിരുന്നു. ഈ ആദ്യഘട്ട വായ്പയിൽ 5,000 കോടി അനുവദിച്ചതിൽ 2,000 കോടി സർക്കാരിന്റെ കയ്യിലുണ്ട്. 3,000 കോടി വിതരണം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 2,000 കോടിയും ഇപ്പോഴത്തെ ഈ 4,000 കോടിയും കൂട്ടി 6,000 കോടി രൂപ ഖജനാവിൽ സർക്കാരിന്റെ കൈവശം വാട്ടർ അതോറിറ്റി ഇതായിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ബാലഗോപാലൻ മേനി നടിച്ചുകൊണ്ടിരുന്നത്. എല്ലാം തീർത്ത് കിഫ്ബിയുടെ പേരിൽ കടവ് വാങ്ങിക്കൂട്ടി ഈ സർക്കാരിന്റെ തലയ്ക്ക് എല്ലാം കൂടെ വെച്ചു കൊടുത്തിട്ട് ഇറങ്ങി ഓടിയതാണ്. അതെ, അപ്പൊ ഇവരെ ഇനിയും അന്വേഷണങ്ങൾ വരാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ വാക്സിൻ വാങ്ങി ആരോഗ്യവകുപ്പ് വൻ അഴിമതിയാണ് നടന്നത് വീണ ജോർജിന്റെ കാലത്ത്. അതെ, അതിനെക്കുറിച്ചുള്ള അന്വേഷണം പിന്നാലെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് തയ്യാറായില്ലെങ്കിൽ. കാരണം അതിന് നമുക്കറിയാം, മരുന്നുകൾ കൂട്ടിയ കാര്യത്തിൽ ഇതിനകത്ത് കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ടോ, ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയെല്ലാം ഒരു നാട് കുട്ടിച്ചോറാക്കി വെച്ചതിന് ശേഷം പിണറായി വിജയൻ എന്ന് പറയുന്ന മഹാരാജാവിന്റെ ആ ഭരണം മാവേലി നാട് വാണിടും കാലം പോലെയാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോ ഈ പറഞ്ഞ ആശമാര് എത്ര ദിവസം വെയിലും മഴയും കൊണ്ട് എത്ര നാൾ അടിച്ച് രാത്രി അവരെ പെരുമഴയത്ത് ഇറക്കി വിട്ടു. ആ ഷെഡ് പൊളിച്ച്, അവരെ പന്തൽ പൊളിച്ചു, പെരുമഴയത്ത് അവരെ ഇറക്കി വിട്ടു. എന്തെല്ലാം ക്രൂരമായ രീതിയിൽ അപവാദ പ്രചരണങ്ങളും ഈ മിനി എന്നൊക്കെ പറയുന്ന അതിന്റെ ലീഡേഴ്സിനെതിരെ വ്യക്തിപരമായിട്ടുള്ള അവഹേളനങ്ങളും അപവാദങ്ങളും ഇവർ അഴിച്ചുവിട്ടു. അപ്പൊ അപവാദ കഥ നമ്മൾ ഏതെല്ലാം ദുരന്തനായ മനുഷ്യന്റെ ഭാര്യമാരുടെ പേരിൽ ഇവർ അവിടെ ആന്തൂരിലെ സാജന്റെ ഭാര്യയുടെ പേരിൽ, അതുപോലെ എല്ലാവരെയും അവരെ എതിരാളികളെ വരുന്ന എല്ലാ സ്ത്രീകളെയും ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും ഒക്കെ പറയുന്ന ഇവർ സ്ത്രീകളെ ആ രീതിയിൽ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നവർ വിദഗ്ധന്മാരാണ്. ഇപ്പോൾ അവരുടെ ഒരു എന്താ പറയുന്നത് ആവശ്യം 21,000 രൂപ ആക്കണം. എന്തുകൊണ്ട് നിങ്ങൾ 21,000 രൂപയാക്കി? നിങ്ങൾ അധികാരത്തിലേറിയാൽ ഉടൻ നിങ്ങൾ 21,000 രൂപ ആക്കുമെന്നല്ലേ പറഞ്ഞത്?
21,000 രൂപ ആക്കും എന്ന് സതീശൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് അത്രേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്. കൃത്യ തുക അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെ, അതിന് ഇന്നലത്തെ പിന്നെ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുണ്ടല്ലോ, കുറേ പേരുണ്ടല്ലോ, ഈ ന്യൂസ് മലയാളം, റിപ്പോർട്ടർ, ഇവരൊക്കെ ഇപ്പം അങ്ങോട്ട് കയറിയ പുറകെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ആശാമാരെ, അംഗൻവാടി ജീവനക്കാരെയും പ്രീ പ്രൈമറി ടീച്ചേഴ്സിനെയും സ്കൂൾ പാചക തൊഴിലാളികളെ ഒന്നും മൈൻഡ് ചെയ്യാതെയാണ് ഇവർ ഈ നവകേരള ബസ്സിൽ കയറി തെക്ക് വടക്ക് കടന്ന് സംസ്ഥാനത്തിന്റെ പണം ദൂർത്തടിച്ചു. നവകേരള ബസ്സുകാർ നടന്ന് എന്താണ് നെയ്മീനും കഴിച്ച് അണ്ടിപ്പരിപ്പ് പാലും കലക്കി കുടിച്ച് പോയതില്ല. അവർ അത് നാട്ടുകാരെങ്കിലും കാര്യം അവർ കണ്ടിട്ടുണ്ട്? ഒരിക്കലും കണ്ടിട്ടില്ല. പണ്ട് പിണറായി വേറെ യാത്ര നടത്തി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആ യാത്രയുടെ പേര് ഞാനങ്ങ് മറന്ന്. അപ്പോൾ എന്നും രാവിലെ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ദിവ്യന്മാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഈ പ്രാഞ്ചിമാരും അതുപോലെ കാശുള്ളവരും പ്രവാസി വ്യവസായികളും ഒക്കെ ഉണ്ട് ദിവ്യന്മാർ. അല്ലാത്ത സാധാരണക്കാരെങ്കിലും ആ ഭാഗത്ത് അടുപ്പിച്ചിട്ടുണ്ട് ഒന്നുമില്ല. അത് വേറെ രസമുണ്ട്. ഈ നവകേരള യാത്ര വന്നപ്പം ഇത് പിന്നെ ഓരോ സ്ഥലത്തും മാധ്യമപ്രവർത്തകരെയൊക്കെ ക്ഷണിക്കും. അത് ഈ പിണറായി വിജയൻ്റെ എന്തോ ഒരു യാത്ര. അപ്പം അതിനകത്ത് ഇവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ യാത്ര വരുന്ന വഴിക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരെയും ക്ഷണിക്കും. അപ്പോൾ അതായത് പ്രസ് ക്ലബിൻ്റെ ഭാരവാഹികളെ ഒക്കെ ക്ഷണിക്കും. അങ്ങനെ വന്ന സമയത്ത് നമുക്കാർക്കും ക്ഷണമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഇവരെ എതിർത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരെ ക്ഷണിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവര് നമ്മൾ കയറി വല്ല കൊനഷ്ടി ചോദ്യം ചോദിച്ചാൽ പണിയാവും. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ അവർ ക്ഷണിക്കുകയല്ല. അവർ വളരെയധികം സ്ക്രീൻ ചെയ്താണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്താണെങ്കിലും 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂറിനുള്ളിൽ എത്രയും പെട്ടെന്നാണ് ആ ആശാമാർക്ക് ഒരു 3,000 രൂപ കൂട്ടിയപ്പോഴേക്കും എന്ത് പെട്ടെന്നാണ് ആശാമാർക്ക് വേണ്ടി ഉത്കണ്ഠാകുലരായി സൈബർ സഖാക്കൾ രംഗത്ത് വന്നിരിക്കുന്നത്. നാണമില്ലല്ലോ, നാണമാനം ഇല്ലാത്തവരെ സംബന്ധിച്ചത് എന്തോ ആകാം. എന്നിട്ട് അതിനകത്ത് വേറെ വിശദീകരണം കിട്ടിയിരുന്നു. 1000 രൂപയാണ് ആശാമാർക്ക് ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത്. അത് പിന്നെ 9,000 രൂപയാക്കിയത് പിണറായി വിജയൻ. അപ്പോൾ നമ്മളതിനകത്തൊരു ചോദ്യം, ഒരു ദിവസം കൊണ്ടാണോ പിണറായി വിജയൻ 9,000 അല്ല 10 വർഷം കൊണ്ടാണ് കൂട്ടിയത്. ഓർത്തോണം, 1000 രൂപയ്ക്ക് ആശാ വർക്കർമാർ ജോലി ചെയ്യുന്ന സമയത്ത് അതൊരു പാർട്ട് ടൈം ജോലിയായിരുന്നു. ഈ പാർട്ട് ടൈം ജോലിയായിരുന്നു. അവർ വല്ലപ്പോഴും ഒരിടത്ത് പോയി വിവരങ്ങൾ ശേഖരിക്കാൻ. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ നാട്ടിൽ എന്തൊക്കെ സർവേ ഉണ്ടോ, ഈ നാട്ടിൽ എന്തൊക്കെ പ്രചാരണങ്ങളുണ്ടോ, ഈ സർക്കാരിന്റെ എന്തൊക്കെ പ്രചാര പ്രവർത്തികളുണ്ടോ, ഇതെല്ലാം ഈ ആശാവർക്കർമാരുടെ ജോലിയാണ്. ഇപ്പം അത് അവർക്ക് വീട്ടിൽ പോലും പോകാത്ത രീതിയിൽ ഫുൾ ടൈം ജോലിയായി. ആ ജോലി വരുന്ന സ്ഥിതിക്ക് ഈ പാവങ്ങൾക്ക്, ഈ സാധുക്കൾക്ക് പൈസ കൂട്ടി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഇതാണ്. അത് പിണറായി വിജയന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ല എടുത്തു കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇവർ പൊതുവെ കരുതിയിരുന്നത്. എല്ലാം തറവാട്ട് സ്വത്തൊന്നാണ് എടുത്ത് കൊടുക്കുന്നതാണ് പലരും കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെയാണ് അവർ പലപ്പോഴും പ്രചാരണം നടത്താറുണ്ടായിരുന്നത്. അങ്ങനെ കാലാകാലങ്ങളിൽ പറഞ്ഞു ഈ 1000-ൽ നിന്ന് 9,000-ലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം ഈ 10 വർഷം കൊണ്ടാണ് ഈ 8,000 രൂപ കൂട്ടിയത്. പക്ഷേ ഇദ്ദേഹം വി ഡി സതീശൻ കയറി ആദ്യത്തെ ദിവസം തന്നെ 3,000 രൂപ ഒറ്റയടിക്ക് കൂട്ടി. ഇനിയും നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതനുസരിച്ച് പരിഗണിക്കുമെന്നാണ് പറഞ്ഞത്. അതേ പറഞ്ഞു, ഇത് തുടക്കം മാത്രമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ വാക്ക് പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ നാണം, മാനം, ഉളുപ്പൊക്കെ വേണം. ഒരു സർക്കാർ അങ്ങോട്ട് അധികാരത്തിൽ കയറിയത് അവരുടെ ആ പ്രവൃത്തി നീളെ അഭിനന്ദിക്കപ്പെടുന്നുണ്ട്. വേറെ വിറ്റുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇവരുണ്ടല്ലോ, നമ്മുടെ CPM-നകത്ത് ചില ആൾക്കാർ അവര് ചോദിക്കുന്നുണ്ട്, ഇത് 1000 രൂപ കൊടുത്ത് തീർക്കാവുന്ന അന്ന് നിങ്ങളുടെ ധാർഷ്ട്യം, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ താൻപോരിമ, നിങ്ങൾക്ക് അന്ന് 1000 രൂപ കൊടുത്ത് തീർക്കാമായിരുന്നു. നിങ്ങളത് തീർത്തില്ല. അന്ന് ഈ പണ്ടത്തെ കാലത്ത് തമ്പുരാന്മാരെ പോലെയാണ്. തമ്പുരാൻ്റെ തടയൊന്നും ചോദിക്കാൻ പാടില്ല. ഇപ്പോൾ പിണറായി തമ്പുരാനുണ്ട്, ബാക്കി എല്ലാം ഇളമുറ തമ്പുരാന്മാരായി. ബാക്കി നമ്മൾ സാധാരണ വോട്ട് ചെയ്ത ജനങ്ങൾ മുഴുവൻ അവരെ മുമ്പ് പിച്ചക്കാരന്മാരെ എന്നുള്ളതാണ് അവരുടെ ധാരണ. പുച്ഛമാണ് അവർക്ക് എല്ലാവരോടും പുച്ഛമായിരുന്നവർക്ക്. എന്തിനും മറുപടി വരുന്ന പുച്ഛത്തോടു കൂടിയില്ലേ, പുച്ഛിച്ച് തള്ളുക എന്നുള്ളതാണ് അവരുടെ രീതി. ഈ നമ്മളെ ഞെട്ടിച്ച എന്താണെന്ന് വെച്ചാൽ അന്തം കമ്മികൾ വരെ ഇതിനകത്ത് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയാം, അവർ പറയുന്നത് ഇത് അന്നേ അങ്ങ് 1000 രൂപ ഇത് ഈ കുഴപ്പം വല്ലതും ഉണ്ട്. പക്ഷേ അന്ന് ഈ സമരം നടക്കുമ്പോൾ ഇവർ ഒരു പൈസയും കൂട്ടരുത്, കേന്ദ്രമാണ് കൂട്ടരുത് പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇന്ന് വന്ന് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് അന്ന് അങ്ങ് കൂട്ടിയിരുന്നെങ്കിൽ. മാത്രമല്ല അന്ന് മന്ത്രി വീണ ജോർജിന്റെ തന്നെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടാണല്ലോ. പുച്ഛത്തോടെ തള്ളി കളഞ്ഞവരെയൊക്കെ, ഈ പാവങ്ങളെ സമരം ചെയ്യുന്ന ഈ പാവ സ്ത്രീകളെ അതെ കെട്ടിയിറക്കിയ ആളല്ലേ. ഇതുപോലെ സമരം ചെയ്തോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ വന്ന ആളല്ല. ഒരാൾ ഒരു സുപ്രഭാതി വരുന്നു, അവർ പെട്ടെന്ന് ഒരു മന്ത്രിയാണ്. അത്രയും ഭാഗ്യമൊന്നും OJ ജനീഷിന് പോലും ഇല്ല. OJ ജനീഷൊക്കെ അല്ലെങ്കിൽ അടിയും കൊണ്ട് KSU പ്രവർത്തനം നടത്തി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തി, ശക്തമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച ആളാണ്. വീണ ജോർജിനെ പോലെ ഇങ്ങനെ നേരെ കെട്ടിയിറക്കിയ ആളൊന്നും അല്ല, സമുദായ പിൻബലത്തിൽ വന്ന ഒന്നുമല്ല. എന്താണെങ്കിലും ഒരു കാര്യം, വി ഡി സതീശൻ എന്ന നട്ടലുള്ള മുഖ്യമന്ത്രി
അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കാൻ തയ്യാറായി. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് 3000 രൂപ കിട്ടിയത്. അത് കണ്ട് കുരു പൊട്ടിയിട്ട് ഒരു കാര്യം മാത്രമല്ല ഇന്നലെ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു ചോദിക്കാനും ഇല്ലായിരുന്നു. ഇല്ല.